ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഒന്ന് വെക്കറ്റ് ചെയ്തു, റൂം വെക്കറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ കൊളംബോയിലേക്ക് തിരിച്ചു പോവാണ്. കൊളംബോയിലേക്ക് തിരിച്ചു പോയി അവിടെ നിന്ന് കാൻഡി എന്നൊരു സ്ഥലമുണ്ട്, ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഫസ്റ്റ് അവിടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ട്രെയിൻ സർവീസ് ആണ് അവിടേക്ക് പോകാൻ ഏറ്റവും ബെറ്ററും സീനിക് സർവീസും ആയിരുന്നത്. ഒരു സീനിക് ഏരിയയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ട്രെയിനൊക്കെ ക്യാൻസൽഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബസ്സിന് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കാൻഡിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ചാവി കൊടുത്ത് നമ്മൾ ഇറങ്ങി. ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഭക്ഷണം അവിടെ ഒരു ഹോട്ടൽ, ഇന്നലെ കഴിച്ച ഹോട്ടൽ ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ബസ്സിൻ്റെ ടൈം എല്ലാ സമയത്തും ഉണ്ട് ബസ്, അതുകൊണ്ട് പിന്നെ ബസ്സിൻ്റെ ടൈം പ്രശ്നമില്ല. നടക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അല്ല ടുക്ടുക്കും കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ കയറി പോകണം. വെഡിങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി ഏരിയയാണ് മെയിനായിട്ട് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. കുറേ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പോയ അതേ വഴി സ്ട്രൈറ്റ് റോഡാണ്. സ്ട്രൈറ്റ് റോഡ് നേരെ പോന്നാൽ കൊളംബോ ഫോർട്ടിന്റെ മുമ്പിലെത്തും. ഗാല ഫോർട്ടിന്റെ മുമ്പിലെത്തും. ഇത് 1755 ഡച്ചുകാർ നിർമ്മിച്ച ഒരു പള്ളിയാണ്, ചർച്ചാണ്. ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായതാണ്. അതിനൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈലുണ്ട്. പല ബിൽഡിങ്ങുകൾക്കും ഇതേപോലെ യൂറോപ്യൻ സ്റ്റൈലിലുണ്ട്. ചില പുതിയ നിർമ്മിതികൾ മാത്രമേ ഉള്ളൂ ഒരു ശ്രീലങ്കൻ ലുക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഗാല ഫോർട്ടിന്റെ പ്രധാന കവാടം കിടന്ന് നമ്മൾ പുറത്ത് കിടന്നു. ഓട്ടോ ആളുകൾ നമ്മളെ ക്യാൻവേസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ പിന്നെ ഇവിടെ പിക്മി എന്ന് പറയുന്നത് ബൈക്കുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, അതേപോലെ ഫുഡ് ഡെലിവറി ആപ്പാണ്. പിന്നെ നമ്മൾ ഗൂഡ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ക്യാരി ചെയ്യുന്ന ഒരു ആപ്പാണ്. വലിയ ട്രക്കുകളുണ്ട് അവർക്ക്. പിന്നെ കാറ് ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി റൈറ്റ് ഓൾമോസ്റ്റ് ഒക്കെ ഒരു പുറത്തുള്ളതും അത് പിക്മിയായിട്ട് നോക്കുമ്പോൾ റൈറ്റ് സെയിം ആണ്. പക്ഷെ അധികം വണ്ടികളൊന്നുമില്ല, കുറച്ച് വണ്ടികൾ മാത്രം തന്നെ ഉള്ളൂ. കാരണം കുറേ വെയിറ്റിംഗ് പീരീഡാണ്. ഒരു വണ്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിലും അത് കാണിക്കും, പക്ഷെ വരാൻ 10-15 മിനിറ്റ് എടുക്കുന്നുണ്ട്. സിഗ്നൽ സിസ്റ്റം ഒക്കെ ആൾക്കാർ കറക്റ്റോടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഗാല ഫോർട്ട് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് ഇനി കൊളംബോയിലേക്കുള്ള ബസ് ഈ കടവത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് അവിടുന്ന് ക്യാൻറ്റീനിലേക്കുള്ള ബസ് കിട്ടും. ഇത് AC ബസ്സാണ്. ഇത് നോർമൽ ലൈൻ ബസ്. AC ബസ് എത്ര മണിക്ക് ഇനി പുറപ്പെടുകയെന്ന് അറിയില്ല. കൊളംബോയിലേക്ക് പോകുന്ന ഒരു AC ബസ് ഉണ്ട്. 700 രൂപയാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, AC ആണ്, ഫുൾ AC ആണ്, കംഫർട്ടായിട്ട് പോവാം. അപ്പോൾ അതിന് പോവാൻ തീരുമാനിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഒരു ഹോട്ടല്, ഇന്നലെ കഴിച്ചൊരു ഹോട്ടലാണ്, അത് നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒന്ന് പോയേക്കാം. 20 മിനിറ്റ് ഉണ്ട് ടൈം. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിച്ചിട്ട് നമുക്ക് ബസ്സിൽ കയറാം. 3 മണിക്കൂർ ഇവിടുന്ന് ടൈം എടുക്കും കൊളംബോയിൽ എത്താൻ. കൊളംബോയിലെത്തി അവിടുന്ന് ഒരു 3 മണിക്കൂറോളം ഉണ്ട്. അവിടുന്ന് വീണ്ടും പോവുകയാണെങ്കിൽ ഒരു 4 മണിയോടെ ക്യാൻറ്റീനിൽ എത്താൻ പറ്റുള്ളൂ. നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് ശ്രീലങ്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണോ, നൂൽപ്പുട്ടാണ്. വളരെ നൈസായിട്ടുള്ള നൂൽപ്പുട്ട്.
പിന്നെ മീൻകറിയാണ്, തേങ്ങ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ്. അത് കഴിക്കാൻ വിചാരിച്ചു. ടേസ്റ്റൊക്കെ ഓക്കെയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. 510 രൂപ. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിരുന്നു ഹോട്ടൽ കേട്ടോ. ഇനി നേരെ ബസ്സിൽ കയറണം. ബസ്സിൽ കയറി നോർമൽ ബസ്സുണ്ട് ഇവിടെ പോകുന്നത്. പക്ഷെ അത് കുറച്ച് കംഫർട്ടായിട്ട് പോകാം. വലിയ പൈസ വ്യത്യാസമൊന്നുമില്ല. മറ്റേ ബസ് 400-450 ഇതാകുമ്പോൾ AC ബസ്സാണ്. 710 രൂപ കണക്കാക്കുമ്പോൾ ഏകദേശം 250 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. ബസ് വരുന്നത്. പക്ഷെ ഇവർ ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഒരു സാധനം കൂടി ഇങ്ങനെ നിർത്തിയിട്ട് ഇതിങ്ങനെ നിർത്തും. 1 2 3 4 4 പേര് യാത്ര ചെയ്യുന്ന പോലെയായിരിക്കും. ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങാണ്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടുന്ന് ബസ് എടുത്തു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെയിറ്റിംഗ് ആയിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുന്ന പറഞ്ഞത്. പക്ഷെ ബസ്സിൽ ആൾക്കാർ ആൾമോസ്റ്റ് ഫുള്ളായാൽ മാത്രമേ അവിടുന്ന് ബസ് എടുക്കാറുള്ളൂ. തമിഴ്നാട്ടിലൊരു നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഫീലാണ് അതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുക. കാരണം ഒന്നാമത് പ്രധാനമായിട്ടും തമിഴ് ഭാഷ ഇവിടെ നല്ലോണം അവർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിലും ആ ഒരു ബോർഡിൽ എല്ലാത്തിലും 3 ഭാഷയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തമിഴ്, ഒന്ന് സിംഹള, ഒന്ന് ഇംഗ്ലീഷ്. അത് ഡയറക്ഷൻ കാണിക്കുന്ന ബോർഡാണെങ്കിലും സ്ട്രീറ്റിന്റെ നെയിം ആണെങ്കിലും എല്ലാത്തിലും അത് ഈ 3 ഭാഷയിലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാടിന് ആണോ ശരിക്കും എന്ന് നമുക്ക് തോന്നിക്കുക. ഇത് ഇവിടുത്തെ ഒരു തിയേറ്റർ കോംപ്ലക്സ് ആണ്. അതിൽ ഒരു ബോർഡ് കണ്ടതാണ് പടയപ്പ സിനിമ ഇവിടെ എപ്പോഴും. അതെല്ലാം റീമേക്ക് എന്താണെന്നറിയില്ല. തമിഴ് സിനിമ. ഇതാണ് ശ്രീലങ്കയുടെ പാർലമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരം. അതിൻ്റെ ഓഫീസുകളും കാര്യാലയങ്ങളുമാണ്. ഇതാണ് പാർലമെന്റ് മന്ദിരം. ഒരു കൊളോണിയൽ ശൈലിയിൽ നിർമ്മിച്ചതാണ്. പണ്ടത്തെ കാലത്തെ ഡച്ചുകാരെ പാരമ്പര്യത്തിൽ ആ ഒരു മോഡലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് കൊളംബോയിലെ പോർട്ട് ഏരിയ. പോർട്ട് സിറ്റി എന്ന് പറയും. പോർട്ട് ഏരിയയാണ്. ഇവിടേക്ക് കപ്പലുകളും കാര്യങ്ങളൊക്കെ വരുന്ന കൊളംബോ പോർട്ട് ഇതാണ്. അങ്ങനെ ഒരു പാർക്ക് പോലെ ഒരു സംവിധാനമുണ്ട്. ശ്രീലങ്കയുടെ പതാക മാറിക്കളിക്കുന്നത് കാണാം. എന്തൊക്കെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുന്നതാണ് ശ്രീലങ്കയുടെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ലോട്ടസ് ടവർ. ഭയങ്കര തിരക്കാണ്. ബസ് ക്യാൻറ്റീനിലേക്കുള്ള ബസ് നോക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബോ സിറ്റിയിലെ ഒരു പബ്ലിക് ടോയ്ലറ്റിലാണ്. എത്ര വൃത്തിയായിട്ടാണ് ആ ടോയ്ലറ്റ് പരിപാലിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ ഈ വീഡിയോ എടുത്തത്. നമുക്കൊരു മൂത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെയോ സ്മെല്ല് നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. അത്രയും നീറ്റായിട്ട് ക്ലീനായിട്ടും അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിൽക്കുന്നത് കൊളംബോ എന്ന സിറ്റിയിലെ ഒരു പൊതു മധ്യത്തെ ഏറ്റവും സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ വൃത്തി ആണ് നമ്മുടെ ഒരു ടൂറിസത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കടകളുണ്ട്, കാര്യം എന്ന് പറയുന്നത്. നമ്മളെ മലയാളം പാട്ട് റീമേക്ക് ചെയ്തതാണ് ക്യാൻഡി പോണ വസ്തുത. ക്യാൻഡി നമ്മൾ അവിടുന്ന് ഇറങ്ങി. അത് ഗവൺമെന്റ് ബസ് ആയത് കാരണം കൊണ്ട് അത് AC അല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്തുണ്ട്. ഇവിടുന്നാണ് ക്യാൻഡിക്ക് AC ബസ് കിട്ടുക. അപ്പൊ അതിന് പോയോ. ഇത് ഒരുപാട് 4 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോ ടൈം ഒരുപാട് വൈകും. അപ്പൊ ഇവിടുന്ന് നോക്കിയോട്ടെ. അപ്പൊ നമുക്ക് വണ്ടി ഇതുണ്ട്, AC ബസ്സാണ് ക്യാൻഡിക്ക് പോകുന്നത്. ഒന്ന് സുഖമായിട്ട് കംഫർട്ടായിട്ട് പോകാൻ നമുക്ക്. പക്ഷേ ഇത് ഭയങ്കര ഷെയ്ക്കിങ് ആണ്. അപ്പൊ മറ്റു ബസ്സിലേക്ക് മാറിക്കയറി, AC ബസ്സിലേക്ക് മാറിക്കയറി. മറ്റേത് ഇത് പെട്ടെന്ന് എത്തും, ഡയറക്റ്റ് ക്യാൻഡി ആയതുകൊണ്ട്. മറ്റേത് ഓരോരോ 10-70 സ്റ്റോപ്പുണ്ട് അതിൻ്റെ ഇടയിൽ. അടക്കം നിർത്തിയായി പോകുള്ളൂ. ഒരുപാട് ടൈം എടുത്തു. ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി. ഫുള്ളായപ്പോ 5 മണിയാകുമ്പോഴേക്കും ക്യാൻറ്റീനിലെത്തിയാൽ മാത്രം എന്തെങ്കിലും കാഴ്ചകൾ ഇന്ന് നാളെ പകല് രാവിലെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം നാളെ ഈവനിങ് 10 മണിക്ക് 10:50 നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ ഒരു 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോഴെങ്കിലും എയർപോർട്ടിലെത്തണം. 8 മണിക്ക് എയർപോർട്ടിലെത്തണമെങ്കിൽ അവിടെ ഒരു ഈവനിങ് 3 മണിക്കൂർ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവലിംഗ്, 3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വൈകിട്ട് എത്താൻ പറ്റുള്ളൂ. കൊളംബോന്റെ കാഴ്ചകൾ എന്തെങ്കിലും കുറച്ചു നേരം കാണണമെന്നുണ്ടെങ്കിൽ അത് പറ്റും. ഇവിടെ റോഡ് ഭാഗികമായി നിർത്തി. മറ്റേ കടലിലും ഫുള്ള് മണ്ണൊന്ന് അടിഞ്ഞിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലെ റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരു വീടിന്റെ 2 നില മൊത്തം മണ്ണടിഞ്ഞു. ഇതൊക്കെയാണ് സംഭവിച്ചത്. കാരണം ട്രെയിൻ സർവീസ് പാളം തന്നെ ഒഴുകി പോയിട്ടുണ്ട്. നേരാക്കി കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റെഡിയാക്കി പണ്ടത്തെ പോലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റേ ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട്. അതിനുശേഷം കുറേ ടൂറിസ്റ്റുകൾ ഈ ഒരു ക്യാൻഡി ഭാഗത്തേക്ക് വരുന്ന കുറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഈ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ബ്ലോക്കുകളും ഇതൊക്കെ ഉള്ളത് കാരണം കൊണ്ട് സമയം ഭയങ്കര ഡിലേ ആയി. 5:45 ഇവിടെ എത്തിയപ്പോഴേക്കും. റെയിൽവേ ട്രാക്കിൽ ഈ ദുരന്തത്തിന് ശേഷം ട്രെയിൻ സർവീസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഈ ഒരു ലൈനിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇത് കാരണം. അപ്പോൾ ഇത് ക്യാൻഡി എന്ന് പറയുന്നത് ഒരു മീഡിയം ഹൈറ്റിലുള്ള സ്ഥലമാണ്.
പിന്നെ എന്ന് പറയും, ബഡുല്ല എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഹൈറ്റിലുള്ള സ്ഥലം. അതുവരേക്കുള്ള ട്രെയിൻ സർവീസാണ് ഇത് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയൊക്കെ പോകുന്ന ഒരു നല്ല ട്രെയിൻ സർവീസാണത്. പക്ഷെ അതൊന്നും നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇനി അടുത്തൊരു ചാൻസ് നമുക്ക് വരുമ്പോൾ നമ്മൾ ശ്രീലങ്കയിലെ കാണാത്ത ജാഫ്ന, അതേപോലെ ട്രിക്കോമല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കൂടെ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അത് നമുക്ക് അടുത്ത തവണ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇതിലൂടെ കാണണം. ഇതിൻ്റെ അവസാനമല്ല, പുതിയ യാത്രകളുടെ തുടക്കമാണ്. കാൻഡി റെയിൽവേ സ്റ്റേഷനാണ് ഇത്. എത്താറായി ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ട്. അങ്ങനെ കാൻഡി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് ഫുഡ് കഴിക്കണം. ഹോട്ടല് ഇവിടുന്ന് 1 കിലോമീറ്ററിന്റെ ഹോട്ടലിലേക്ക് പോവാന്. അപ്പൊ ഭക്ഷണത്തിന്റെ പരിപാടി നോക്കട്ടെ. ശ്രീലങ്കയിൽ വന്നപ്പോ നല്ല നാടൻ വെള്ളം. അടിപൊളി വെള്ളപ്പം. ശ്രീലങ്കയിലെ കാൻഡി എന്ന സ്ഥലത്താണ്. കാൻഡി എന്ന സ്ഥലത്തെ ഒരു ഹോട്ടലിൽ കയറിയപ്പോ ഇവിടെ നല്ല വെള്ളപ്പം ഉണ്ടാക്കണം. ഒന്നും നോക്കിയില്ല, ഒരു 5-6 വെള്ളപ്പം കഴിച്ചു. ശ്രീലങ്കയിലെ കാൻഡിയിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടലാണ്. ചെറിയൊരു ഹോട്ടലാണ്. 5 വെള്ളപ്പം ഒരു ചായ, 300 രൂപ. ഇനി ഹോട്ടലില് നമ്മളെ ചെക്കിങ് ചെയ്യണം. രാത്രിയായി, മഴ പെയ്ത കാരണം കൊണ്ട് ആകെ ചളിയാണ്. ഒരു ഹോട്ടല് നോക്കട്ടെ. ഒരു ഓട്ടോറിക്ഷ പിടിക്കണം, എന്നിട്ട് റൂമിലേക്ക് പോകണം. ബാക്കി റൂമിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ശ്രീലങ്കയിലെ ഒരു പട്ടണമായ കാൻഡിയിലേക്ക് എത്തി. ഇനി കാൻഡിയിലെ വിശേഷങ്ങളാണ് നാളെ മുതൽ കാണാൻ പോകുന്നത്. അതുവരേക്കും ഗുഡ് നൈറ്റ്. ഇറ്റ്സ് മീ യാസിർ, സൈനിങ് ഔട്ട് ഫ്രം യാസ് എക്സ്പെഡിഷൻ.